ലാൽ സലാം എന്ന് പറയുന്ന സിനിമ ഞാൻ അഭിനയിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ, ആദ്യം എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിനല്ല, അതിൻ്റെ കമ്പോസിങ് തുടങ്ങുന്ന സമയം മുതൽ, മദ്രാസിൽ രവീന്ദ്രൻ മാഷ് അതിൻ്റെ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയം മുതൽ ഞാൻ കൂടെയുണ്ട്. ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കിത്തരുന്ന ഒരു സിനിമയാണ്. എത്ര ആർട്ടിസ്റ്റാണ് അതിനകത്ത്, നമുക്ക് എണ്ണിത്തീരാൻ പറ്റാത്ത അത്ര ആർട്ടിസ്റ്റും ഓരോ ഫ്രെയിമിലും എല്ലാ ആർട്ടിസ്റ്റും, ജൂനിയർ ആർട്ടിസ്റ്റിനെക്കാട്ടിലും കൂടുതൽ മെയിൻ ആർട്ടിസ്റ്റ് തന്നെ ഫ്രെയിമിനകത്തും. അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ ഭയങ്കര രസകരമായ ഷൂട്ടിംഗ് അനുഭവമുള്ള ഒരു സിനിമയാണ് ലാൽ സലാം. അതുപോലെ തന്നെ അതിനകത്തെ പാട്ടുകളും, എല്ലാ പാട്ടുകളും അതിഗംഭീരമായ പാട്ടുകളാണ്. ചക്കയ്ക്കുണ്ടോ പാടും ചെങ്ങാലി പക്ഷി, മഴലേലകൾ പാടുകയായി മയക്കാഞ്ഞെരിയുന്നവരെ, പുതുതാമൊരു ലോകമിതാ വരവായി, ആരോ ഓരുന്നൻ കൂടെ. കിഴക്കുണരും പക്ഷി എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ലൊക്കേഷൻ കാണാൻ പോകുന്നത് ഞാനും ബ്ലസ്സിയും കൂടെയാണ്. ബ്ലസ്സി എന്ന് പറഞ്ഞാൽ, ബ്ലസ്സി അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറാണ്, വേണിച്ചേട്ടൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പ്രസിദ്ധനായ സംവിധായകൻ ബ്ലസ്സിയും ഞാനുമാണ്. അദ്ദേഹം അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പോൾ ഞങ്ങളാണ് കിഴക്കുണരം പക്ഷിക്ക് ലൊക്കേഷൻ കാണാൻ പോകുന്നത്. ഈ നെയ്യൂർ, തമിഴ്നാട്ടിൻ്റെ ആ ഭാഗങ്ങൾ, മാർത്താണ്ഡം, കുറേ സ്ഥലങ്ങളിൽ വീട് കണ്ടുപിടിച്ചു. ഞങ്ങളാണ് ശരിക്കും ആ വീട് കണ്ടുപിടിച്ചത്. ഒരു ടോട്ടൽ മ്യൂസീഷ്യൻസിൻ്റെ കഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ഓരോ ഫ്രെയിമും മ്യൂസിക്കലായിരുന്നു. ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയത് ഈ സൗവർണികാമൃത വീജികൾ പാടും എന്ന് പറഞ്ഞ പാട്ടാണ്. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്തും അതിൻ്റെ എന്താ പറയുന്നത്, ഓരോ ഫ്രെയിമും ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. ഓരോ ഫ്രെയിം എന്ന് പറഞ്ഞാൽ സിനിമയിൽ കാണുന്ന, പാട്ടിൽ കാണുന്ന ഫ്രെയിം അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ ഷൂട്ടിംഗ് സമയത്തുള്ള ഓരോ ഫ്രെയിമുകളും മനസ്സിൽ നിൽക്കുകയാണ്. അതൊക്കെ ഭയങ്കര എന്താ പറയുന്ന ഒരു മറക്കാനാവാത്ത അനുഭവമാണ്. ആകാശമിരുളുന്നൊരപരാഹ്നമായി ആരണ്യകങ്ങളിൽ കാലിടറി, ആകാശമിരുളുന്നൊരപരാഹ്നമായി ആരണ്യകങ്ങളിൽ കാലിടറി, കൈവല്യദായികെ സർവാർത്ഥ സാധികെ അമ്മേ സുരവന്ദിതേ, സൗവർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ, ജഗദംബികേ മൂകാംബികേ. സ്വരതലം പൊഴിയുമീ മൺവീണൈ, താരസ്വരമാ ഉണരേണം നീ താരാപഥങ്ങളിൽ നിറയേണം. കെ ജയകുമാർ സാറിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷുടെ ഈണം, ചിത്രചേച്ചിയാണ് ആലപിച്ചിരിക്കുന്നത്. അതിൻ്റെ വിഷ്വലിൽ ലൈവ് റെക്കോർഡിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ടല്ല, ഓർക്കസ്ട്രയും ഗായകരും എല്ലാവരും കൂടിയല്ല പാടണത്. എല്ലാവരും വേറെ വേറെ വരുന്നു സ്റ്റുഡിയോയിൽ, ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് വന്ന് പാടി പോകുന്നു. പക്ഷേ പണ്ടത്തെ കാലത്ത് എല്ലാ ഓർക്കസ്ട്ര ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാവരും, അതുപോലെ ഗായകരും, ഇതെല്ലാം ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കണ്ടക്ട് ചെയ്യാൻ ഒരാൾ, ഇതെല്ലാവരും കൂടിയാണ്, കൂട്ടത്തിൽ സൗണ്ട് എഞ്ചിനീയർ, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടുള്ളൊരു ടീം വർക്കായിരുന്നു. അത് ഈ പാട്ടിലൂടെ നമുക്കത് ആസ്വദിക്കാനുള്ള എല്ലാ അവസരങ്ങളും അതിലുണ്ട്. അതിൽ മോഹൻലാലാണ് അത് കണ്ടക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അത് അന്നത്തെ കാലത്ത് അത് അത്ഭുതമായിരുന്നു. നമുക്കങ്ങനെ എല്ലാവർക്കും സ്റ്റുഡിയോയിൽ പോയി കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
कृष्णा घनश्याम मोहन कृष्णा हे घनश्याम